എന്താണ് അമേരിക്കയിലെ ഇലക്ഷൻ സ്ട്രക്ചർ? എങ്ങനെയാണ് ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്? എന്തൊക്കെയാണ് അതിന് ആവശ്യമായ ഘടകങ്ങൾ? ഇതൊക്കെയാണ് ഇന്ന് ഈ അമേരിക്കൻ പൊളിറ്റിക്സിൻ്റെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അമേരിക്കൻ ഗവൺമെൻറ്റിന് 3 ബ്രാഞ്ചുകളാണുള്ളത്. ഒന്ന് ലെജിസ്ലേറ്റീവ്, സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവും. ഇവരാണ് അമേരിക്കയിൽ നിയമനിർമ്മാണം നടത്തുന്നത്. 2 എക്സിക്യൂട്ടീവ് ബ്രാഞ്ച്. അതിൻ്റെ ഭാഗമാണ് അമേരിക്കൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ക്യാബിനറ്റ് മെമ്പേഴ്സും എല്ലാം. ഇവരാണ് അമേരിക്കയിൽ നിയമം എൻഫോഴ്സ് ചെയ്യുന്നത്. 3 ജുഡീഷ്യൽ ബ്രാഞ്ച്. സുപ്രീം കോർട്ടും മറ്റ് ഫെഡറൽ കോർട്ടുകളും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. ഇവരെ ആദ്യത്തെ 2 ബ്രാഞ്ചിൻ്റെ ചെക്സ് ആൻഡ് ബാലൻസുകൾ കൺട്രോൾ ചെയ്യുക എന്നതാണ് ജുഡീഷ്യറിയുടെ ദൗത്യം. അമേരിക്കയിൽ 50 സ്റ്റേറ്റുകളിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും ഈ 2 സെനറ്റർമാരെയാണ് എലക്ഷനിൽ നിന്ന് മത്സരിച്ചു വരുന്നത്. ഇവരെല്ലാം 6 കൊല്ലം കൂടുമ്പോൾ എലക്ഷൻ ഫേസ് ചെയ്യേണ്ടതാണ്. അതാത് സ്റ്റേറ്റുകളിലെ ആളുകളാണ് ഇവർക്ക് വോട്ട് ചെയ്യേണ്ടത്. ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ 50 സ്റ്റേറ്റുകളിൽ നിന്ന് 435 പ്രതിനിധികളെയാണ് എലക്ഷനിൽ ജയിച്ചു വരുന്നത്. ഇവരുടെ കാലാവധി 2 കൊല്ലമാണ്. എന്ന് വെച്ചാൽ എല്ലാ 2 കൊല്ലം കൂടുമ്പോഴും ഇവർ എലക്ഷൻ ഫേസ് ചെയ്യണമെന്ന് സാരം. സാധാരണയായി ഒരു ബിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഹൗസിലാണ്. ഹൗസിൽ 218 യെസ് വോട്ടുകൾ കിട്ടിയാൽ അത് ഹൗസിൽ പാസ്സാക്കപ്പെടും. പിന്നീട് ആ ബിൽ സെനറ്റിൽ അവതരിപ്പിക്കും. അവിടെ 51 യെസ് വോട്ടുകൾ കിട്ടിയാൽ സെനറ്റിലും ആ ബിൽ പാസ്സാകും. പിന്നീട് അത് പ്രസിഡന്റിന്റെ ഒപ്പിന് വേണ്ടി പ്രസിഡന്റിന്റെ ഓഫീസിലേക്ക് പോകും. പ്രസിഡന്റ് ഒപ്പിട്ടാൽ ആ ബിൽ ഒരു നിയമമായി മാറും. പ്രസിഡന്റിനെ ആ ബിൽ ഒപ്പിടാതിരിക്കാനും വീറ്റോ ചെയ്യാനുമുള്ള അധികാരമുണ്ട്. എക്സിക്യൂട്ടീവ് ബ്രാഞ്ചിന്റെ ഭാഗമാണ് പ്രസിഡന്റ്. രാജ്യത്തിന്റെ മുകളിൽ വലിയ അധികാരങ്ങളുള്ള ആളാണ്. എല്ലാ സൈന്യങ്ങളുടെയും തലവനാണ് പ്രസിഡന്റ്. ലെജിസ്ലേറ്റീവ് ബ്രാഞ്ചുമായി ആലോചിക്കാതെ മറ്റ് രാജ്യങ്ങളുമായി യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം നടത്താനും ഉള്ള ഭരണഘടനാപരമായ അധികാരങ്ങളൊക്കെ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ക്യാബിനറ്റ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മന്ത്രിമാരെ പോലെയാണ്. അവരെയെല്ലാം നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇവിടെ അമേരിക്കയിൽ മിനിസ്റ്റർ എന്നൊരു പദവിയില്ല. എല്ലാ വകുപ്പുകളുടെയും ചീഫ് ആയിരിക്കുന്നത് അതാത് ഡിപ്പാർട്ട്മെന്റുകളിലെ ചീഫ് സെക്രട്ടറിമാരാണ്. സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ. അത് ഇന്ന് മാർക്കോ റൂബിയോ ആണ്. ജുഡീഷ്യറി ബ്രാഞ്ചിൽ സുപ്രീം കോർട്ടും അതിലെ ജഡ്ജിമാരും ഫെഡറൽ കോർട്ടുകളും അതിലെ ജഡ്ജിമാരും വരും. സുപ്രീം കോർട്ടിൽ ആകെ 9 ജഡ്ജിമാരാണുള്ളത്. അതിൽ ഒരാൾ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് ആണ്. ഒരു കേസ് സുപ്രീം കോർട്ടിൽ എടുക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ആണ്. ഒരിക്കൽ സുപ്രീം കോടതി ജഡ്ജിയായാൽ മരിക്കും വരെ ആ പൊസിഷനിൽ തുടരാം. സുപ്രീം കോടതി ജഡ്ജിക്ക് കാലാവധിയില്ല. ഒരു ജഡ്ജ് റിട്ടയർ ചെയ്താലോ രാജിവെച്ചാലോ മരിച്ചാലോ ആ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റാണ് മറ്റൊരു ജഡ്ജിനെ നിയമിക്കുന്നത്. അങ്ങനെ നിയമാനുസൃതമായി ആ പൊസിഷൻ സ്ഥിരമാകണമെങ്കിൽ സെനറ്റിൽ കൺഫർമേഷൻ ആവശ്യമാണ്. എന്ന് വെച്ചാൽ 51 യെസ് വോട്ടുകൾ ആ ജഡ്ജിന് കിട്ടിയിരിക്കണം എന്ന് സാരം. അതുകൊണ്ട് റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് അനുകൂലമായ ജഡ്ജിമാരെയും ഡെമോക്രാറ്റിക് പ്രസിഡന്റ്സ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് അനുകൂലമായ ജഡ്ജിമാരെയുമാണ് നിയമിക്കുക. സുപ്രീം കോർട്ടിലെ 9 ജഡ്ജിമാരിൽ ഇപ്പോൾ 6 ജഡ്ജിമാർ റിപ്പബ്ലിക്കൻ പാർട്ടി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതാണ്. 3 ജഡ്ജിമാർ ഡെമോക്രാറ്റിക് പാർട്ടി അപ്പോയിന്റ് ചെയ്തിട്ടുള്ളതാണ്. ഈ 6 റിപ്പബ്ലിക്കൻ ജഡ്ജിമാരിൽ 3 പേരെയും നിയമിച്ചിരിക്കുന്നത് ട്രംപാണ്. അതുകൊണ്ട് ഡെമോക്രാറ്റിക് പാർട്ടി എന്തെല്ലാം കേസുകളിൽ എങ്ങനെയൊക്കെ ട്രംപിനെ കുടുക്കിയാലും അവസാന വിധി സുപ്രീം കോർട്ടിൽ വരുമ്പോൾ അത് ട്രംപിന് അനുകൂലമായിരിക്കും. അതാണ് പ്രസിഡന്റ് ട്രംപിന്റെ പ്രധാന ട്രംപ് കാർഡ്. അമേരിക്കൻ ഇലക്ഷനുകൾ അമേരിക്കൻ സിറ്റിസന് മാത്രമുള്ളതാണ്. ഒരു ഇല്ലീഗലും അമേരിക്കൻ ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പാടില്ല. അമേരിക്കയിൽ പ്രധാനമായി 2 രാഷ്ട്രീയ പാർട്ടികളാണുള്ളത്. ഒന്ന് ഡെമോക്രാറ്റിക് പാർട്ടിയും 2 റിപ്പബ്ലിക്കൻ പാർട്ടിയും. അമേരിക്കൻ പ്രസിഡൻഷ്യൽ ഇലക്ഷന് അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിൽ നിന്നുള്ള എല്ലാ സിറ്റിസൺസും നിയമാനുസൃതം വോട്ട് ചെയ്യേണ്ടതാണ്.
ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവിൽ ഒരാൾ റെപ്രസെന്റ് ചെയ്യുന്നത് 7.5 ലക്ഷം മുതൽ മോർ ദാൻ 1 മില്യൺ ആളുകൾ വരെയുള്ളവരെയാണ് ഒരു ഹൗസിലെ റെപ്രസെൻറ്റേറ്റീവ് റെപ്രസെന്റ് ചെയ്യേണ്ടത്. എന്ന് വെച്ചാൽ ജനങ്ങളുടെ കൂടുതലും കുറവും അനുസരിച്ചിട്ട് ഹൗസിലെ 435 വോട്ടിംഗ് റെപ്രസെൻറ്റേറ്റീവ്സിന്റെ എണ്ണം ഒരിക്കലും മാറുകയില്ല. അമേരിക്കൻ ജനത ഏത് പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റിന് വോട്ട് ചെയ്താലും ഇവിടെ ഇലക്ട്രോൾ കോളേജ് എന്നൊരു സംവിധാനമുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്റ്റേറ്റിലെ 2 സെനറ്റർമാർക്ക് 2 വോട്ടും ജനസാന്ദ്രത കുറഞ്ഞ സ്റ്റേറ്റുകളിൽ 1 വോട്ടും ചേർത്ത് മിനിമം ഒരു സ്റ്റേറ്റിന് 3 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, ജനസാന്ദ്രത കൂടിയ സ്റ്റേറ്റുകളിൽ എത്ര ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ് എലക്ട് ആവുന്നുവോ അത്രയും വോട്ടുകളും പിന്നെ 2 സെനറ്റ് വോട്ടുകളും ചേർന്ന് ഉള്ള ഒരു ഇലക്ട്രോൾ കോളേജ് വോട്ടാണ് ആ സ്റ്റേറ്റിന് ലഭിക്കുക. 24 റെപ്രസെൻറ്റേറ്റീവ് ഉള്ള ഒരു സ്റ്റേറ്റിൽ നിന്ന് 24ഉം 2ഉം 26 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളാണ് ആ സ്റ്റേറ്റിന് ലഭിക്കുന്നത്. അതുകൊണ്ട് അമേരിക്കയിലെ പല സ്റ്റേറ്റുകളിലും ഇലക്ട്രോൾ കോളേജ് വോട്ടുകളുടെ എണ്ണം പലതായിരിക്കും. എങ്കിലും 50 സ്റ്റേറ്റുകളിലും കൂടി മൊത്തം ഇലക്ട്രോൾ കോളേജ് വോട്ടുകളുടെ എണ്ണം 538 ആയിരിക്കും. അതിൽ 270 ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ കിട്ടിയ ആൾ അമേരിക്കൻ പ്രസിഡന്റായി അവരോധിക്കപ്പെടും. അങ്ങനെ കാലിഫോർണിയയ്ക്ക് 54 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, ടെക്സസിന് 40 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, ന്യൂയോർക്കിന് 28 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, ഡെലവെയറിന് 3 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, അലസ്കയ്ക്ക് 3 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, ഹവായിക്ക് 4 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളും, അങ്ങനെ അമേരിക്കയിലുള്ള പല സ്റ്റേറ്റുകൾക്കും ഇലക്ട്രോൾ കോളേജ് വോട്ടുകളുടെ എണ്ണം പലതായിരിക്കും. ഞാനൊരു റാൻഡം ബേസിൽ കുറച്ച് സ്റ്റേറ്റുകൾ പിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഉദാഹരണത്തിന് 2024 ഇലക്ഷൻ തന്നെ എടുക്കാം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാനാർത്ഥി കമല ഹാരിസ് ആയിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ട്രംപ് ആയിരുന്നു. ന്യൂയോർക്ക് സ്റ്റേറ്റിൽ കമല ഹാരിസിനായിരുന്നു ഭൂരിപക്ഷം കിട്ടിയത്. അതുകൊണ്ട് ന്യൂയോർക്ക് സ്റ്റേറ്റിലെ 28 ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ മുഴുവനായും കമല ഹാരിസിന് കിട്ടി. ടെക്സസിൽ ട്രംപിനായിരുന്നു ഭൂരിപക്ഷം. അതുകൊണ്ട് ടെക്സസിലെ 40 ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ ട്രംപിന് കിട്ടി. അങ്ങനെ ഓരോ സ്റ്റേറ്റിലെ ഭൂരിപക്ഷം അനുസരിച്ച് അതാത് സ്റ്റേറ്റുകളിലേക്ക് അനുവദിച്ചിട്ടുള്ള ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ അതാത് കാൻഡിഡേറ്റുകൾ കൊണ്ടുപോകും. അങ്ങനെ 270 ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ കിട്ടിയ ആൾ അമേരിക്കൻ പ്രസിഡന്റായി തീരും. കഴിഞ്ഞ 2024 ഇലക്ഷനിൽ ട്രംപിന് 312 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളാണ് ലഭിച്ചത്. അങ്ങനെ 270 ഇലക്ട്രോൾ കോളേജ് വോട്ടുകൾ കിട്ടിയ ആൾ അമേരിക്കൻ പ്രസിഡന്റ് ആകും. 2024 ഇലക്ഷനിൽ ട്രംപിന് 312 ഇലക്ട്രോൾ കോളേജ് വോട്ടുകളാണ് ലഭിച്ചത്. ഈ മാപ്പിൽ കാണുന്ന നമ്പറുകളാണ് അതാത് സ്റ്റേറ്റുകളുടെ ഇലക്ട്രോൾ കോളേജ് വോട്ടുകളുടെ നമ്പർ. അങ്ങനെ അമേരിക്കയിൽ പല സ്റ്റേറ്റുകളിലും പാരമ്പര്യമായും സ്ഥിരമായും ഡെമോക്രാറ്റിക് പാർട്ടി ജയിക്കുന്ന സ്റ്റേറ്റുകളുമുണ്ട്. അതേപോലെ തന്നെ റിപ്പബ്ലിക്കൻ പാർട്ടികളും മാത്രം ജയിക്കുന്ന സ്റ്റേറ്റുകളുമുണ്ട്. പക്ഷെ ഈ സ്റ്റേറ്റുകളിൽ ഓപ്പോസിറ്റ് പൊളിറ്റിക്കൽ പാർട്ടി അധികം ഇലക്ഷൻ പ്രവർത്തനങ്ങൾ നടത്തുകയോ പണം മുടക്കുകയോ ചെയ്യാറില്ല. കാരണം എത്ര പണം മുടക്കിയാലും അവർ ജയിക്കില്ല എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. പിന്നെ എവിടെയാണ് ഇവർ പണം മുടക്കുന്നത്? ഇവിടെ സ്വിംഗ് സ്റ്റേറ്റുകൾ എന്ന് പറയപ്പെടുന്ന 8-10 സ്റ്റേറ്റുകളുണ്ട്. അരിസോണ, ജോർജിയ, മിച്ചിഗൻ, നെവേദ, നോർത്ത് കരോലിന, പെൻസിൽവേനിയ, വിസ്കോൺസിൻ, ഒഹായോ. ഈ സ്റ്റേറ്റുകളിൽ മിനിമം 5 എണ്ണത്തിലെങ്കിലും ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ ആ ആൾക്ക് അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ കഴിയുകയില്ല. ഈ സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കൻസും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന സ്റ്റേറ്റുകളാണ്. ഇവിടെ ഈ സ്റ്റേറ്റുകളിൽ ആര് ജയിച്ചാലും 50,000 വോട്ടിൽ താഴെയുള്ള ഭൂരിപക്ഷം മാത്രമേ ലഭിക്കുകയുള്ളൂ. 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ ട്രംപ് എല്ലാ സ്വിംഗ് സ്റ്റേറ്റുകളും ജയിച്ചിരുന്നു. അമേരിക്കൻ പൊളിറ്റിക്സിലെ മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. Thank you for watching. Please share and subscribe my video.